അതിൻ്റെ ഒഴുകുന്നതിൻ്റെയും വാട്ടർഫോളിൻ്റെയൊക്കെ ചെറിയ ഒച്ചയും നമ്മൾ 1-2 മയിലിനെയൊക്കെ ഇതുപോലെ ഒന്ന് സ്പോട്ട് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. ആന, കാട്ടുപോത്ത്, അങ്ങനത്തെ മൃഗങ്ങളൊക്കെ ഇവിടെ ഒരു ദിവസം മാക്സിമം 24 പേർക്ക് മാത്രമാണ് എൻട്രി പെർമിറ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ടുള്ള ഇനം പാമ്പാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ടീം എല്ലാവരും ലഞ്ചൊക്കെ കഴിച്ച് അത്യാവശ്യം നല്ല എനർജറ്റിക് ആയിട്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ നെക്സ്റ്റ് സെഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എല്ലാവരും ഒന്ന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആർക്കും ഇതുവരെ ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല, എല്ലാവരും ഓക്കെയാണ്. പിന്നെ ആകെ നമ്മൾ ഒരു ഡിസപ്പോയിൻമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതുവരെ വേറെ വൈൽഡ് ആനിമൽസിനെ ഒന്നും സ്പോട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. നല്ല നീൽഗിരി ലങ്കൂറിനെ സ്പോട്ട് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ മലയണ്ണാൻ ഉണ്ടായിരുന്നു, കരിങ്കുരങ്ങും മലയണ്ണാനും ആണ് നമ്മളിതുവരെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വരുന്ന വഴിയിൽ നമ്മൾ ഡാം സൈറ്റ് എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു ഗ്രേ ഹോൺബില്ലിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് മാത്രമാണ് നമ്മളിതുവരെ കണ്ടത്. ഇനി എന്തെങ്കിലും അങ്ങനെ നടന്നു വന്നുകൊണ്ടിരുന്നപ്പോഴാണ് തെക്ക് കിഴക്കൻ ഏഷ്യയിൽ മാത്രം കാണപ്പെടുന്ന ഒരു വിഷമുള്ള പിറ്റ് വൈപ്പറാണ് ഇത്. ആഷി പിറ്റ് വൈപ്പർ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ചെറിയൊരു കുഞ്ഞാണിത്. വളരെ ചെറിയ ഒരു പാമ്പാണ്. പക്ഷെ നമുക്കത് പെട്ടെന്ന് കണ്ണിൽ പെടില്ല. കാര്യം ആ ഒരു കളറും ഒരു ചെറിയൊരു മരച്ചില്ലയിലിരുന്ന് കഴിഞ്ഞാൽ ഒട്ടും അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രെക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയ മരച്ചില്ലകളൊക്കെ ആണെങ്കിലും പിടിച്ച് കുലുക്കാതെയൊക്കെ ഇരിക്കുക. മാക്സിമം എവിടെയും ടച്ച് ചെയ്യാതെ നടക്കുക. കാര്യം നല്ല വിഷമുള്ള ഇനമൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ നമ്മളത് ഉപദ്രവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെ നമ്മൾ വീണ്ടും ഉച്ചയ്ക്ക് ശേഷമുള്ള നടത്ത ഒരു 3 കിലോമീറ്ററോളം 2.5-3 കിലോമീറ്ററോളം ആയപ്പോഴത്തേക്കും ഒരു ചതുപ്പ് നിലത്തിൻ്റെ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് സാധാരണയായിട്ട് ആനകളെ സ്പോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആനകൾ ഇറങ്ങി വരുന്ന വഴിയും അത് നശിപ്പിച്ചിരിക്കുന്ന മരങ്ങളും ഒക്കെ നമുക്കിവിടെ സൈഡിലൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ചതുപ്പിൽ ആന കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് കാണാനായിട്ടുള്ള സാധ്യത കൂടുതലാണെന്ന് ഉണ്ടായതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല അലർട്ടിലാണ് നടക്കുന്നത്. കൂടുതൽ ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കാതെ ഗൈഡ് പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചിട്ട് ആളുടെ പിന്നാലെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ആനയെ കാണുമെന്നുള്ളൊരു പ്രതീക്ഷയോടെ പോയെങ്കിലും നമുക്ക് ബാഡ് ലക്ക് ആയിരുന്നു. ആനകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു പഴയൊരു തേനീച്ച കൂടൊക്കെ കണ്ടു. പിന്നെ കരടിയുടെ സാന്നിധ്യം കൂടുതലായിട്ടുള്ളൊരു കാറാണിത്. പക്ഷേ കാഷ്ടം മാത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ കരടിയൊന്നും സ്പോട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് ഞാനിവിടെ വന്നപ്പം ലിയോപാഡിൻ്റെ കാഷ്ടം നമുക്ക് കാണാൻ സാധിച്ചായിരുന്നു. പക്ഷേ അത് ഫ്രഷായിരുന്നു. ഏകദേശം ഒരു ദിവസം പോലും പഴക്കമില്ലാത്തതായിരുന്നു. പക്ഷേ അതിനെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റില്ല. ശരിക്കും ബാഡ്ലക്ക് തന്നെയാണ്. പക്ഷേ ഈ ഒരു കാടിൻ്റെ ഭംഗിയും നല്ല ഡെൻസ് ഫോറസ്റ്റാണ്. മഴക്കാലങ്ങളിൽ കൂടുതൽ ഭംഗിയായിരിക്കും ഈ കാടിന്. അതൊക്കെ നല്ല രീതിയിൽ ആസ്വദിച്ച് പോകാൻ പറ്റി. പിന്നെ ഒരുപാട് ഇൻഫർമേഷൻസ് ഈ ഫോറസ്റ്റ് ഗൈഡുമാർ നമുക്ക് പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് കിട്ടും. അതുകൊണ്ട് കുട്ടികളൊക്കെ മാക്സിമം ഈ ഒരു ട്രെക്കിലേക്ക് ഉൾപ്പെടുത്തുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതായത് ഒരു 10 വയസ്സിന് മുകളിലുള്ള കുട്ടികളെ മാത്രമേ ഇവർ അലോ ചെയ്യുന്നുള്ളൂ. അവിടെ ആയിരിക്കും നമ്മുടെ ഫോറസ്റ്റിൻ്റെ വണ്ടി വന്ന് നമ്മളെ പിക്ക് ചെയ്ത് വാഴച്ചാൽ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. അതിനുശേഷം നമ്മൾ സ്പോട്ട് ചെയ്തത് സിംഹവാലൻ കുരങ്ങുകളെയാണ്. അതായത് പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന വംശനാശത്തിൻ്റെ വക്കിലിരിക്കുന്ന മക്കാക്ക് വർഗത്തിൽപ്പെട്ട കുരങ്ങുകളാണ് സിംഹവാലൻ കുരങ്ങുകൾ. ഇപ്പോൾ ഇതിനെ ആദ്യം നമ്മൾ ഒരെണ്ണത്തിനെ സ്പോട്ട് ചെയ്തു. പിന്നെ അതിന് പിന്നാലെയായിട്ട് അതിൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും തന്നെ അവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞൊരു 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ ഈ സെയിം ട്രെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് ഫോറസ്റ്റിനകത്തേക്ക് കയറിയിട്ട് സിംഹവാലൻ കുരങ്ങനെ ഒന്നും സ്പോട്ട് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. എന്നാൽ നമ്മൾ ഡാമിലേക്ക് വരുന്ന വഴി ജസ്റ്റ് ഒരു മിന്നായം പോലെ മാത്രം ആളിനെ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് പക്ഷേ അത് കൂടുതൽ ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. ഈ കാണുന്ന വഴി എന്ന് പറഞ്ഞാൽ വാഴച്ചാലെന്ന് പറമ്പിക്കുളത്തേക്കുള്ള ഫോറസ്റ്റിനുള്ളിലൂടെയുള്ള ഒരു റോഡാണ്. ഇവിടുന്ന് ഏകദേശം 8 കിലോമീറ്ററോളം പറമ്പിക്കുളത്തിന് വരുന്നുണ്ട്.
ഇപ്പോൾ ഇവിടെ കാണുന്നത് ഒരു നിശാശലഭമാണ്. വളരെ റെയറായിട്ടുള്ളൊരു ബട്ടർഫ്ലൈ ആണ്. ഇതിൻ്റെ രണ്ട് സൈഡുകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു സ്നേക്കിൻ്റെ ഷേപ്പിലാണ്. സൈസും വളരെ കൂടുതലാണ്. അറ്റ്ലസ് മൂത്ത് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അതായത് അറ്റ്ലസ് നിശാശലഭം ഏഷ്യയിലെ വനങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു വലിയ ശലഭമാണിത്. ഒരു സ്നേക്കിൻ്റെ ഷേപ്പ് ഉണ്ടായതുകൊണ്ട് തന്നെയാണ് അതിനെ നാഗശലഭം എന്നും സർപ്പശലഭം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വാഴച്ചാൽ ട്രക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ കൂടെ വന്ന എല്ലാവരും 14 പേരും തന്നെ മറ്റൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ സക്സസ്ഫുള്ളി നമ്മുടെ ഈ ട്രക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം വളരെ നല്ലൊരു ട്രക്കായിരുന്നു. എന്നാലും ഉദ്ദേശിച്ച കണക്ക് ആന കാട്ടുപോത്തിനെ ഒന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല, ബാഡ്ലക്കായിരുന്നു. പക്ഷേ സിംഹവാലം കുരങ്ങും അതുപോലെ തന്നെ നിശാശലഭം, ഒരു നാഗശലഭം, നല്ല സൈസുള്ള എണ്ണത്തിന് അത് റെയറായിരുന്നു. ഇവിടെ ഉള്ളവരാരും ഇതുവരെ കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അതും നമ്മുടെ കണ്ണിൽ പെട്ടായിരുന്നു. അങ്ങനെ കുറേയധികം വൈവിധ്യമാർന്ന സസ്യലതാദികളും എല്ലാം നമ്മുടെ ഈ ഫോറസ്റ്റ് ഗാർഡ്സ് നമുക്ക് പരിചയപ്പെടുത്തുകയുണ്ടായി. അങ്ങനെ വളരെ വണ്ടർഫുള്ളായിട്ടുള്ളൊരു ട്രക്ക് തന്നെയായിരുന്നു ഇത്. അപ്പോൾ ശരിക്കും നമ്മുടെ കൂടെ വന്നിട്ടുള്ള എല്ലാവരും എൻജോയ് ചെയ്തു. ഏകദേശം ഒരു 17 വയസ്സ് മുതൽ 55 വയസ്സ് വരെ ഉള്ളവർ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു, 14 പേരിൽ. അത് തിരുവനന്തപുരത്തു നിന്നും, ചേർത്തല, എറണാകുളം ഭാഗത്തു നിന്ന്, കൊല്ലം, എല്ലായിടത്തു നിന്നും ഉള്ള ആൾക്കാരുണ്ടായിരുന്നു, വയനാട്. അപ്പം എന്തായാലും അടുത്തൊരു ട്രക്കിൻ്റെ വീഡിയോ ആയിട്ട്, അതല്ലെങ്കിൽ നേച്ചർ അഡ്വഞ്ചറുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. ട്രക്ക് എങ്ങനെയുണ്ടായിരുന്നു? വളരെ നല്ലതായിരുന്നു. ഒത്തിരി വൈൽഡ് ആനിമൽസിന് സ്പോട്ട് ചെയ്യാൻ പറ്റി. പിന്നെ ഗ്രീനറി, മൊത്തത്തിൽ ഓവറോൾ ഭയങ്കര നല്ലതായിരുന്നു. ഓക്കെ. അപ്പോൾ സന്ദീപ് ബ്രോ തിരുവനന്തപുരത്ത് നിന്നാണ് വന്നത്, നമ്മളൊപ്പം ജോയിൻ ചെയ്തത്. അതോടൊപ്പം നമ്മുടെ സന്ദീപ് ബ്രോയോടൊപ്പം ഉണ്ണിച്ചേട്ടനും ഉണ്ട്. ഉണ്ണിച്ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? നല്ല അടിപൊളി വൈബായിരുന്നു, സൂപ്പർ. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത ട്രക്കിൽ വീണ്ടും കാണാം. വിനോദേട്ടനുണ്ട്. വിനോദേട്ടൻ ചേർത്തലേന്നാണ്. എങ്ങനെയുണ്ടായിരുന്നു ട്രക്ക്? ആനയെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ പുലി ഇറങ്ങി വന്ന് കാണാൻ, പിന്നെ തോക്കിധാരികളായ ഇവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നുണ്ട്. എന്തായാലും സൂപ്പർ. അത് വളരെ ബാഡ്ലക്കായി പോയി. പുലിയെ ആനയെ മാത്രം പ്രതീക്ഷിച്ച് വരുന്നവർക്ക് വളരെ ബാഡ്ലക്കായിരിക്കും. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഗാർഡാണ് രജീഷ്. അപ്പോൾ സാധാരണ എല്ലാവരെയും കാണാറുണ്ടോ? സൈറ്റിങ് അത്യാവശ്യം ഉണ്ടാവാറുണ്ട്. പിന്നെ എന്താ പറയുക, നല്ല ടീമായിരുന്നു വന്നത്, അടിപൊളിയായിരുന്നു. ഓക്കെ, താങ്ക് യു രജീഷ്. അപ്പോൾ അടുത്ത ട്രക്കിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. നമ്മുടെ ബാക്കിയുള്ള ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ക്ഷീണത്തിൽ നിൽക്കുവാണ്. ഗൗരി, അമൃത, എങ്ങനെയുണ്ടായിരുന്നു ട്രക്ക്? നല്ല ട്രക്കായിരുന്നു, നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റി. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, ഇടയ്ക്ക് ചെറിയ ചൂടൊക്കെ ഉണ്ടായെങ്കിലും സൂപ്പറായിരുന്നു. ആദിത്യ, നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ്, +2കാരൻ ആദിത്യ. എങ്ങനെയുണ്ടായിരുന്നു ട്രക്ക്? കഷ്ടപ്പെട്ടു. എന്തായിരുന്നു ഡിഫിക്കൽട്ടി? എന്തായിരുന്നു? കയറ്റങ്ങൾ ഇറക്കങ്ങളും ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ നല്ല രസമുണ്ടായിരുന്നു, കുറേ പുതിയ സാധനങ്ങൾ കാണാൻ പറ്റി. ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്ത ട്രക്കിൽ വീണ്ടും വരത്തില്ലേ? ഓക്കെ. ഹലോ, അമ്മയും മോളും കൂടെ എന്തോ വിശദമായിട്ട് ഫീഡ്ബാക്ക് ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവരെ ശല്യപ്പെടുത്തണ്ട. അനുശ്രീ, എങ്ങനെയുണ്ടായിരുന്നു ട്രക്ക്? സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. ഈ കാട് മഴയത്ത് വന്ന് കാണണമെന്നാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം. സൂപ്പറായിരുന്നു. മഴക്കാലത്ത് നമുക്കൊന്നും കൂടെ പ്ലാൻ ചെയ്യാം. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അരുൺ സാർ ഇതായിരുന്നു. അരുൺ സാറെ 2 വാക്ക് പറയൂ. നമസ്കാരം. നല്ലൊരു ടീമായിരുന്നു, എന്തായാലും എൻജോയ് ചെയ്തു. പിന്നെ വീണ്ടും ഒരു വരട്ടെന്ന്. അപ്പോൾ അരുൺ സാർ നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായി. അത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും സാർ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും വിളിച്ച് ചോദിച്ചിട്ട്. രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. അതിൻ്റെ ഒരു നമുക്ക് അറിയാവുന്ന ആൾക്കാർ വരുമ്പോൾ നമുക്ക് ഒന്നുകൂടി സന്തോഷമാണ്. ഓക്കെ, താങ്ക് യു സാർ. നമുക്ക് ഇനി കാണാം.
5 കിലോ പറഞ്ഞു ഭയങ്കര നല്ലതായിരുന്നു. ഇനിയും വീണ്ടും പറഞ്ഞു 5 കിലോ പറഞ്ഞു വീണ്ടും വരാം. നല്ല അടിപൊളിയായിരുന്നു. എല്ലാവരും വന്ന് കാണാൻ, എല്ലാ മൃഗങ്ങളെയും കാണാൻ പറ്റി, അടിപൊളി. ഓവർ എക്സ്പെക്ടേഷന്റെ ആണ്, അത് കുഴപ്പമില്ല. വീണ്ടും വീണ്ടും വരണം. ഇങ്ങനെയുള്ളവരെ വീണ്ടും വീണ്ടും വിളിക്കാൻ വേണ്ടിയിട്ടാണ് മൃഗങ്ങളൊന്നും മുന്നോട്ട് വരാത്തത്. അത് മനസ്സിലാക്കണം. ഡോക്ടർ തനുജ ഇവിടെ ഉണ്ട്. തനുജ ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു ട്രിക്ക്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാട് എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടു? ആണോ? പാമ്പിനെ കണ്ടു, 4 തരത്തിലുള്ള പാമ്പിനെ. പിന്നെ സ്പെഷ്യലായിട്ട് ഇവിടെ ഉള്ളവർ തന്നെ അതും കണ്ട നിശാചലപ്പത്തിനെ കണ്ടു. നല്ല സപ്പോർട്ടായിരുന്നു. ഇവൻ ഫോറസ്റ്റിൽ വരുമ്പോൾ നല്ല സപ്പോർട്ടായിരുന്നു. നല്ല ഗൈഡ്, നല്ല നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ ചെടികളെ പറ്റിയും എല്ലാത്തിനെയും പറ്റി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നല്ല ടീമായിരുന്നു. ഓക്കെ, താങ്ക് യു.